നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും അക്ഷരയുടെ മറ്റൊരു ഹിസ്റ്ററി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിനി പഠിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേര് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന പാഠമാണ് മൂന്നാമത്തെ പാഠം. വളരെ എളുപ്പമുള്ള ഒരു സിമ്പിളായിട്ടുള്ള പാഠമാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പുസ്തകത്തിന് ആദ്യം ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട്. ആ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഇന്ത്യ ഈസ് എ സോവറൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ, സ്ഥിര, മതേതര പരമാധികാര ജനകീയ റിപ്പബ്ലിക്കാണ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ കാണാൻ പറ്റും, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു റിപ്പബ്ലിക് രാജ്യമാണ്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്, പരമാധികാര രാഷ്ട്രമാണ്, അതുപോലെ തന്നെ മതേതര രാഷ്ട്രമാണെന്ന് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അഥവാ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മൾ പാഠം പഠിച്ചു തുടങ്ങുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ. ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ. ഇത് പറയുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്, അടിവരയിട്ട് പഠിക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 3 മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ഇൻക്ലൂഡിംഗ് ഇൻ തേർഡ് പാർട്ട് ഓഫ് തേർഡ്. മൂന്നാമത്തെ ഭാഗത്തിൽ അല്ലെങ്കിൽ പാർട്ട് 3 മൂന്നാം ഭാഗത്തിലാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം 1947 മുൻപ് വരെ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റാണ്. ആ സമയത്ത് ഇന്ത്യൻ ജനതയുടെ അവകാശങ്ങൾക്കോ കർത്തവ്യങ്ങൾക്കോ അവരുടെ ജീവനോ യാതൊരുവിധ വിലയുമില്ലായിരുന്നു. ആ കാലയളവിൽ 1928 നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യയിലെ ആൾക്കാരുടെ ചില അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു റിപ്പോർട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് കൊടുത്തു. ആ 1928 നെഹ്റു റിപ്പോർട്ടിലെ ചില അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പഠിക്കാം. പ്രധാനമായും 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്. എത്ര ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണുള്ളത്, എത്ര മൗലിക അവകാശങ്ങളാണുള്ളത്? 6 റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഒന്നുകൂടെ പറയാം: സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ ചൂഷണത്തിനെതിരെയായിട്ടുള്ള അവകാശം, സാമൂഹ്യപരവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, അതുപോലെ തന്നെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഥവാ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഒന്നുകൂടെ പറയാം: റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാമൂഹ്യപരവും വിദ്യാഭ്യാസപരമായുള്ള അവകാശം, അതുപോലെ തന്നെ ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. നമ്മൾ ആദ്യം പഠിക്കുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി, സമത്വത്തിനുള്ള അവകാശം. ഒന്നാമത്തെ മൗലിക അവകാശത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റൈറ്റ് ടു ഇക്വാലിറ്റി അഥവാ സമത്വത്തിനുള്ള അവകാശം. അവിടെ പുസ്തകത്തിൽ ഒരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. ആ പത്രവാർത്ത വായിക്കുമ്പോൾ 3 തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ അഥവാ വിവേചനം അല്ലെങ്കിൽ അസമത്വം നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഇൻ ദ നെയിം ഓഫ് കാസ്റ്റ്, ജാതിപരമായ വിവേചനം, ജാതിപരമായ അസമത്വം, ജെൻഡർ ഇൻഇക്വാലിറ്റി, ലിംഗപരമായ അസമത്വം, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത്, ജനന സ്ഥലവുമായി ബന്ധപ്പെട്ട അസമത്വം. ഇങ്ങനെ 3 തരത്തിലുള്ള അസമത്വങ്ങൾ നമുക്ക് അവിടെ പത്രവാർത്തയിൽ കാണാനായിട്ട് പറ്റും. എന്നാൽ റൈറ്റ് ടു ഇക്വാലിറ്റി നമുക്ക് ഉറപ്പ് നൽകുന്ന ചില സമത്വങ്ങൾ, ഇക്വാലിറ്റി, തുല്യത എന്ന് പറയുന്നത്. ഒന്ന്, റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ദ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ്. അപ്പോൾ റൈറ്റ് ടു ഇക്വാലിറ്റിയെ പ്രധാനമായി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാമത്തെ ഇക്വാലിറ്റി എന്ന് പറയുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ലോ, അതായത് നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ്. പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ അതുപോലെ ആള് പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ്.
prohibition of discriminations like religion, caste, creed, color and sex. ഒരു കാലഘട്ടത്തിൽ മതപരമായ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു, ജാതീയപരമായ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു, പ്രാദേശികപരമായ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു, ആൺപെൺ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. ഈ വിവേചനങ്ങളെല്ലാം അബോളിഷ് ചെയ്യുന്ന, നിരസിക്കുന്ന, അതിനെ ഇല്ലാതാക്കുന്ന മൗലിക അവകാശമാണ് റൈറ്റ് ടു ഇക്വാളിറ്റി. നമുക്ക് തുല്യത നൽകുന്നു. അടുത്ത് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. പൊതുവായ ജോലി കാര്യങ്ങളിൽ എല്ലാവർക്കും തുല്യമായ നിയമനത്തിനുള്ള സമത്വം. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽ മാത്രം കിട്ടിയതാണ്, ജോലി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിൽ മാത്രമുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് കഴിവുണ്ടെങ്കിൽ, പഠിക്കുവാൻ കഴിവുണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് എല്ലാവരെയും പോലെ എന്ത് ചെയ്യാൻ പറ്റും, പോകാനായിട്ട് പറ്റും. അതായത് ഇപ്പോൾ സർക്കാർ ഒരു ജോലിക്ക് വിളിക്കുകയാണ്, ആ സർക്കാർ ജോലിയിൽ കഴിവുള്ള ഏതൊരാൾക്കും അദ്ദേഹത്തിന്റെ ജാതി അവിടെ പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, അതുപോലെ അദ്ദേഹത്തിന്റെ ജനന സ്ഥലം പ്രശ്നമല്ല. ഇന്ന് നമുക്ക് എല്ലാവർക്കും ജോലി കിട്ടും, അല്ലെങ്കിൽ ജോലിക്ക് പോകാനുള്ള അവസരമാണ്. ആ അവസരം നമുക്ക് നൽകുന്ന അവകാശമാണ് റൈറ്റ് ടു ഇക്വാളിറ്റി. അബോളിഷ്മെന്റ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കൽ. അബോളിഷ് ഓഫ് ടൈറ്റിൽസ്, സ്ഥാനപ്പേരുകൾ ഇല്ലാതാക്കൽ. ഇത്രയുമാണ് റൈറ്റ് ടു ഇക്വാളിറ്റി, സമത്വത്തിനുള്ള അവകാശം നമുക്ക് ഉറപ്പു നൽകുന്നത്. റൈറ്റ് ടു ഇക്വാളിറ്റി ബിഫോർ ദ ലോ, നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ്. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻസ് ലൈക്ക് റിലീജിയൻ, കാസ്റ്റ്, ക്രീഡ്, കളർ, ജനനം, മതം, ജനനസ്ഥലം, ലിംഗം, പ്രദേശം, ഭാഷ എന്നീ വ്യത്യാസങ്ങളില്ലാതെയുള്ള സമത്വം. ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്, പൊതു നിയമനത്തിൽ മുൻപിൽ തുല്യത. അബോളിഷ് ഓഫ് അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കൽ. അബോളിഷ്മെന്റ് ഓഫ് ടൈറ്റിൽസ്, സ്ഥാനപ്പേരുകൾ ഇല്ലാതാക്കൽ. ഇത്രയുമാണ് റൈറ്റ് ടു ഇക്വാളിറ്റി വരുന്നത്. മറ്റൊന്ന് റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമുക്ക് ഇന്ന് എല്ലാത്തിനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഈ സ്വാതന്ത്ര്യങ്ങളെല്ലാം നൽകുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്ന അവകാശമാണ്. റൈറ്റ് ടു ഫ്രീഡം എന്ന അവകാശത്തിൽ ഉൾക്കൊള്ളുന്ന അവകാശം ഒന്ന്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, സംസാരത്തിനും ആശയവിനിമയത്തിനുമുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് അസംബ്ലീസ് ഓഫ് പീസ്ഫുൾ വിത്തൗട്ട് ആർംസ്, സമാധാനപരമായി ആയുധങ്ങളില്ലാതെ സംഘടിക്കുന്നതിനുള്ള അവകാശം. അതുപോലെ തന്നെ ഫ്രീഡം ഓഫ് ഫോം ഓഫ് അസോസിയേഷൻ, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശം. ഫ്രീഡം ഓഫ് ട്രാവലിംഗ്, ഇന്ത്യയിൽ എവിടെ വേണോ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. റിസൈഡിംഗ് ഇൻ എനി പാർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഏത് സ്ഥലത്തും ഏത് സംസ്ഥാനത്തും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ സ്റ്റാർട്ടഡ് ടു എനി കൈൻഡ് ഓഫ് ബിസിനസ്, ട്രേഡ് ആൻഡ് ഓക്കുപേഷൻ, നമുക്ക് ഏത് ജോലി വേണമെങ്കിലും, ഏത് ജോലിയോ വാണിജ്യമോ വ്യാപാരമോ എന്ത് വേണം തുടങ്ങുന്നതിനുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ പേഴ്സണൽ ലിബർട്ടി, വ്യക്തിത്വത്തിനും അതുപോലെ വ്യക്തി ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യം. ഫ്രീഡം ഓഫ് കമ്പൽസറി ആൻഡ് ഫ്രീ എഡ്യൂക്കേഷൻ അറ്റ് ദ ഏജ് ഓഫ് 6 to 14, അണ്ടർലൈൻ, പ്രധാനപ്പെട്ടതാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതുപോലെ തന്നെ അറസ്റ്റ്, എഗൈൻസ്റ്റ് ദ ഫ്രീഡം ഓഫ് അറസ്റ്റ്, അന്യായമായി അറസ്റ്റ് ചെയ്യുന്നതിനും കരുതൽ തടൽ അല്ലെങ്കിൽ കരുതൽ തടലിൽ സൂക്ഷിക്കുന്നതിന് എതിരെയുള്ള അവകാശം. ഇത്രയുമാണ് റൈറ്റ് ടു ഫ്രീഡത്തിനകത്ത് വരുന്നത്. റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. പുസ്തകത്തിനകത്ത് 2 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് പെൺകുട്ടികൾ ഇരുന്ന് ജോലി ചെയ്യുന്നു. അതായത് സാമ്പത്തിക ചൂഷണ ലക്ഷ്യം വെച്ച് ചൂഷണത്തിനെതിരെ, നമ്മളെ ഒരാൾ ചൂഷണം ചെയ്യുന്നതിന് എതിരെയുള്ള അവകാശമാണ് എന്തെന്ന് പറയുന്നത് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അത് ചിലപ്പോൾ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ആവാം, സാമ്പത്തിക ചൂഷണമാവും. അതിനെതിരെയുള്ള റൈറ്റ് ആണ് റൈറ്റ് ടു അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അതിലൊന്നാണ് ഫോഴ്സ്ഡ് ലേബർ, നിർബന്ധിത ജോലി അല്ലെങ്കിൽ അടിമ ജോലി ചെയ്യിക്കുക. അതിനെതിരെയുള്ള അവകാശമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. അതുപോലെ തന്നെ ചൈൽഡ് ലേബർ, നമുക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും കൊച്ചുകുട്ടികളൊക്കെ വന്ന് ടേബിൾ തുടയ്ക്കുക, വണ്ടികളൊക്കെ വലിച്ചുകൊണ്ട് പോകും. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ജീവിക്കുവാനും അവരുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അവർക്കെതിരെയുള്ള ചൂഷണത്തിനുള്ള. അപ്പൊ ഇതാണ് ആദ്യത്തെ 3 അവകാശങ്ങൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മൗലികാവകാശം 6 ഉണ്ട്. നമ്മൾ 3 പഠിച്ചു. റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെന്റൽ റൈറ്റാണ് റൈറ്റ് ടു ഫ്രീഡം റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. അപ്പോൾ നമ്മൾ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് they have no official religion in India. ഇന്ത്യക്ക്
ഔദ്യോഗികമായി ഒരു മതമില്ല. നമ്മൾ മറ്റു രാജ്യങ്ങളെ പരിശോധിച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ക്രിസ്ത്യൻ എന്ന് പറയുന്നത് അവരുടെ ഒഫീഷ്യൽ റിലീജിയനാണ്. അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളെ കുറിച്ച് പഠിച്ചാൽ അവിടുത്തെ ഒഫീഷ്യൽ റിലീജിയൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു ഒഫീഷ്യൽ റിലീജിയൻ ഇല്ല, ഔദ്യോഗികമായ ഒരു മതമില്ല. അത് മാത്രമല്ല, ഒരു മതത്തെ ഇന്ത്യ ഭരണഘടന പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം പ്രചരിപ്പിക്കാനും ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ടു റിലീജിയനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഫ്രീഡം ഓഫ് എ റിലീജിയൻ ടു പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്, ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും ഏതൊരു മതത്തിൽ ചേരാനും ആ മതത്തെ പ്രചരിപ്പിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്നു. അപ്പോൾ the freedom of the religion to practice and propagate. അടുത്തത് establish and maintain of religious charitable institutions, മതങ്ങളുടെ പേരിൽ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ, അതായത് ചാരിറ്റി പ്രവർത്തനം, ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനായിട്ടുള്ള അവകാശം നമുക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ചില ക്രിസ്ത്യൻ സംഘടനകൾ, നമുക്ക് അങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ക്രിസ്ത്യൻ സംഘടനകളുണ്ട്, ഹിന്ദു സംഘടനകൾ എന്ന് വേണ്ട എല്ലാ മതത്തിലുള്ള ആൾക്കാരും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഉറപ്പ് നൽകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. റൈറ്റ് ടു എഗെയിൻസ്റ്റ് ദ ടാക്സേഷൻ ഓഫ് പ്രാക്ടീസ് എ പർട്ടിക്കുലർ റിലീജിയൻ, ഏതെങ്കിലും ഒരു മതം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആ മതത്തിന് മേൽ എന്തെങ്കിലും നികുതികൾ, ടാക്സ് ഏർപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള അവകാശം നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകും. അപ്പോൾ റൈറ്റ് ടു റിലീജിയൻ എന്ന് പറയുന്നത് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം, ഏത് മതം വേണമെങ്കിലും നമുക്ക് പ്രചരിപ്പിക്കാം. രണ്ടാമതായി ഇന്ത്യൻ ഭരണഘടന പറയുന്നത് നമുക്ക് മതത്തിന്റെ പേരിൽ ഏത് മതക്കാർക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മതം പ്രചരിപ്പിക്കുന്നതിനെതിരെയുള്ള നികുതികൾ പിരിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റുന്നത്, അതിനെതിരെയുള്ള അവകാശം നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് നൽകുന്നു. മറ്റൊന്ന് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് അഥവാ സാമൂഹികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. അതായത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റിയാണ്, ഒരുപാട് ജാതികൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഒരുപാട് വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇന്ത്യയിലെ മൈനോറിറ്റികൾക്കുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു റൈറ്റാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്. അതായത് മൈനോറിറ്റികളിലുള്ള ആൾക്കാർക്ക് കൂടുതൽ എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റികൾ, വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ നൽകുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമായും ടു പ്രൊട്ടക്ട് ലാംഗ്വേജ് ആൻഡ് സ്ക്രിപ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, മൈനോറിറ്റികളുടെ, ന്യൂനപക്ഷങ്ങളുടെ ഭാഷയും സംസ്കാരവും സ്ഥാപിക്കുക. അതിന്റെ ടു ഗിവ് എ പർപ്പസ് ഓഫ് എസ്റ്റാബ്ലിഷ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ന്യൂനപക്ഷത്തിലുള്ള ആൾക്കാർക്ക് അവരുടേതായ സ്കൂളുകൾ നിർമ്മിക്കുന്നതിന്, സ്കൂളുകൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശങ്ങൾ നൽകുക. ഇതൊക്കെ വരുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് നൽകുന്നതാണ്. ഏറ്റവും അവസാനത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായി പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെങ്കിൽ ഭരണഘടനാപരമായ അവകാശം കാണുന്ന, പരിഹാരം കാണുന്നതിനുള്ള അവകാശത്തെ കുറിച്ച് ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് ഇറ്റ് ഈസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ, അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക, പ്രധാനപ്പെട്ടതാണ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു അവകാശമാണ്, ഒരു മൗലിക അവകാശമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. നമ്മൾ മേൽ പറഞ്ഞ 5 മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് നിഷേധിക്കപ്പെടുന്നു എങ്കിൽ നമുക്ക് നേരിട്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയെ സമീപിക്കുന്നതിനുള്ള അവകാശമാണ് ഭരണഘടനാപരമായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത്. നമ്മൾ 6 മൗലിക അവകാശങ്ങളാണ് പഠിച്ചത്. പ്രധാനപ്പെട്ടത് ഒന്ന് റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, അതുപോലെ തന്നെ ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. അപ്പോൾ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന പാഠമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്താണെന്നും